പൂകൾ നിൻമുഖമെന്നിൽ നിന്നകലയായി. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളെ കുറിച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, കൂട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുതെന്ന്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകപരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. സ്തുതി. കാരണവനായ ദൈവമേ, ഈ മിസ്യ പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ തന്നെ കൃപയെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ചായൽ സൃഷ്ടിച്ചു. അങ്ങ് ഞങ്ങളുടെ ഉള്ള അഗാധമായ സ്നേഹത്താൽ അങ്ങോട്ടുള്ള സ്നേഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചല്ലോ. ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപാവസ്ഥയാണ് ഞങ്ങളെ അങ്ങിൽ നിന്ന് അകറ്റുകയും ആദ്യം മാതാപിതാക്കൾ ചെയ്ത പാപനിമിത്തം അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ദൈവിക ജീവൻ നഷ്ടമായി. എങ്കിലും അവിടുന്ന് ഞങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങോട്ടുള്ള സ്നേഹം ഞങ്ങൾ കൈപിടിച്ചുയർത്തണമേ. പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ പലപ്പോഴും പാപത്തിന്റെ അടിമത്തത്തിൽ വീണു പോകുന്നു. നാഥാ, ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ. പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങളെ ശക്തരാക്കണമേ. നാഥാ, മിസ്യ കൂട്ടായ്മയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിന്റെ വിജയത്തിനായി പ്രയത്നിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥാ, അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകണമേ. അഹോരാത്രം പരിശ്രമിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ പാദാന്ത്യത്തിൽ സമർപ്പിക്കുന്നു. അവരെ ഓരോരുത്തരെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാൽ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങോട്ടുള്ള സ്നേഹം അനന്തമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മേ മാതാവേ, ബിസിയായിട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുക്കുമാരൻ വഴിയായി അവരെ സമർപ്പിച്ച് മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും സർവേശ്വര എന്നേക്കും ആമേൻ. നിശ്ചയ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യം, ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലിരുന്ന് തീഷ്ണവതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്യ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും സർവേശ്വര എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കേരള റീജിയൻ ലാറ്റിൻ കത്തോലിക് ബിഷപ്പ് കൗൺസിൽ കാറ്റീസം ടീച്ചേഴ്സിന് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന
മിസിയോ പ്രിലിമിനറി ഓൺലൈൻ കോഴ്സിന്റെ 3ാമത്തെ സെഷനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ആദ്യമായി മനോഹരമായ പ്രാർത്ഥനാ ഗീതത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ നിറച്ച സക്രിയ ചേട്ടനെ ഒത്തിരി നന്ദി പറയുന്നു. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ തിരുവചനം വായിക്കുകയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്ത സജിമോൻ ചേട്ടനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായ ഫാദർ മാത്യു പുതിയത്ത് അച്ഛനെ സ്നേഹാദരങ്ങളോടെ നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നത് KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയും POC ഡയറക്ടറുമായ ഫാദർ തോമസ് തറയിൽ അച്ഛനാണ്. അച്ഛനെയും ഏറെ സ്നേഹ ആദരങ്ങളോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും ആന്റിയായും ചേച്ചിയായും മിസിയോയെ നയിക്കുന്ന ആലീസ് ആന്റിയെയും ആലീസ് ആന്റിയോട് ചേർന്ന് മിസിയോയുടെ വിജയത്തിനായി എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മിസിയോ കോർഡിനേറ്റേഴ്സിനെയും ഈ സെഷൻ ഇന്ന് ലീഡ് ചെയ്യുന്ന ഏവരെയും നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനന്തമായി നമ്മളെ സ്നേഹിക്കുന്നുവെന്നും നമ്മൾ ആയിരിക്കുന്ന ഏതൊരു അവസ്ഥയിലാണെങ്കിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനോ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനോ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ പാപാവസ്ഥ മൂലമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന 7 നിത്യസത്യങ്ങളിൽ 2ാമത്തെ നിത്യസത്യമായ പാപാവസ്ഥയെക്കുറിച്ച് ഈ സെഷനിലൂടെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ പ്രൊക്ലമേഷന് വേണ്ടിയിട്ട് ക്ലീറ്റസ് പോൾ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ദൈവം നമ്മെ വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ദൈവത്തിന്റെ അഭിനിമയമായ ഈ സ്നേഹം അനുഭവിച്ചറിയണമെന്ന് ഉള്ള ആ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളിവിടെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയായിരുന്നു. എന്നാൽ ആ ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. ജെറമ്യ 29:11 പറയുന്നു, നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയെന്ന്. ഈ ഭൂമി സൃഷ്ടിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ മനസ്സിലെ ഒരു മനോഹരമായ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവ മനുഷ്യ പങ്കാളിത്തത്തോടുകൂടി ഭൂമിയിൽ ഒരു പറുദീസ സൃഷ്ടിക്കുക. അങ്ങനെ ഈ ലോകം മുഴുവനും ദൈവസ്നേഹം അനുഭവിച്ചറിയണം എന്നതായിരുന്നു ദൈവത്തിന്റെ ആ മനോഹര പദ്ധതി എന്നുള്ളതാണ്. അതിനായി ഭൂമിയുടെ മേൽ സകല ആധിപത്യവും അധികാരവും മനുഷ്യന് നൽകിക്കൊണ്ട് ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവനും ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവിക ജ്ഞാനം നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം വ്യക്തമാക്കുന്നു, ജ്ഞാനം എന്നാൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടിയുടെ മേൽ ആധിപത്യം വഹിക്കുന്നതിനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയുടെ രീതികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. വിശുദ്ധിയെ ഈ ലോകത്തെ നയിക്കുന്നതിന് വേണ്ടി അത്ര നിഷ്കളങ്കതയോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും സ്നേഹവും സമത്വവും തുല്യതയും എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി അനുഭവവേദ്യമാകാൻ ദൈവം മനുഷ്യനെ തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നീതിയോടെ ഈ ഭൂമി ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ഭൂമിയിൽ സകല സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകി. എന്നാൽ ആ ദൈവ സ്നേഹം അനുഭവിച്ചറിയുന്നതിനുള്ള ദൈവത്തിന്റെ ആ മനോഹര പദ്ധതി സാത്താന്റെ വാക്കുകേട്ട് മനുഷ്യൻ നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു, അതിനെ അട്ടിമറിക്കുന്നു. നമുക്കറിയാം,
വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നുണ്ട്. സാത്താന്റെ വലിയൊരു ആയുധമാണ് നമ്മെ കൺഫ്യൂഷനാക്കി പാപത്തിലേക്ക് നയിക്കുക എന്നത്. ദൈവത്തെ പോലെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നോക്കിയാണ് പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന സാത്താന്റെ വാക്കുകൾ. ആ വാക്കുകൾ കേട്ടു, അനുസരിച്ചു, അങ്ങനെ സാത്താന്റെ അടിമയായി മാറുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 19-ാം വാക്യം, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ. അതെ, ഇവിടെ സാത്താന്റെ വാക്കിനാൽ മനുഷ്യൻ തോൽപ്പിക്കപ്പെട്ടു, അങ്ങനെ അവൻ സാത്താന്റെ അടിമയായി തീർന്നു. വീണ്ടും നമുക്ക് കാണാം റോമർ 6:16 നിങ്ങൾ അനുസരണയുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. അതെ, സാത്താനെ അനുസരിച്ചത് കൊണ്ട് ഈ ലോകത്തിന്റെ മേൽ സാത്താന് അധികാരം ലഭിക്കുകയും അങ്ങനെ സാത്താൻ ലോകത്തിന്റെ അധികാരിയാവുകയും ചെയ്യുന്നു. മനുഷ്യകുലം മുഴുവൻ എന്നേക്കുമായി സാത്താന്റെ അടിമയായി തീരുന്നു. ഒരു മനുഷ്യന്റെ പാപം മൂലം സകല മനുഷ്യരുടെയും സ്വാതന്ത്ര്യവും അധികാരവും സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടമാവുകയാണ് ഇവിടെ. ഒരാളുടെ പാപം നിമിത്തം സകലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എനിക്ക് പരിചയമുള്ള ഒരു സുശീല ചേച്ചിയുടെ അനുഭവമാണ് കടന്നു വരുന്നത്. സുശീല ചേച്ചിക്ക് ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. സുഹൃത്ത് അത്യാവശ്യമായിട്ട് കുറച്ച് പണം ആവശ്യമായിരുന്നു. സുശീല ചേച്ചിയെ സുഹൃത്ത് സമീപിക്കുകയാണ്. എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നാണ് ഈ സുഹൃത്ത്. അതിനായി സുശീല ചേച്ചിയുടെ ആധാരം പണയം വെക്കാനായി സുഹൃത്ത് ചോദിക്കുകയാണ്. സുഹൃത്തിന്റെ വാക്കുകൾ കേട്ട് സുശീല ചേച്ചി ലോൺ എടുക്കുന്നതിനായി തന്റെ വീടിന്റെ ആധാരം എടുത്തു കൊടുക്കുകയാണ്. വീടിന്റെ ആധാരങ്ങൾ പണയപ്പെടുത്തി ലോൺ എടുത്തു. കാലം കുറെ കഴിഞ്ഞു. സുശീല ചേച്ചിക്ക് പ്രായമായി. തന്റെ സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുക്കണമെന്ന് ചിന്തിച്ചു. മരണപത്രം എഴുതി. തന്റെ കാലശേഷം വീട് മക്കൾക്കായി, പറമ്പും പെൺമക്കൾക്കായും എഴുതി വെച്ചു. പിന്നീട് ചേച്ചി അസുഖം ബാധിച്ച് മരിക്കുകയാണ്. തങ്ങൾക്കുള്ള അവകാശങ്ങളെല്ലാം വേണ്ട വിധം എഴുതി തന്നതിൽ മക്കൾ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കോടതിയിൽ നിന്നൊരു ജപ്തി നോട്ടീസ് വരുന്നത്. കാരണം സുശീല ചേച്ചിയുടെ സുഹൃത്ത് എടുത്ത ലോൺ അടച്ചിരുന്നില്ല. മക്കൾ കോടതിയെ സമീപിച്ചു. അവർ കോടതിയിൽ വാദിച്ചു, അമ്മയല്ല ലോൺ എടുത്തത്, പണം ഉപയോഗിച്ചതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ തർക്കിച്ചു. അമ്മയുടെ സുഹൃത്തെന്നും അത് പണം പറ്റിയത് അമ്മയുടെ സുഹൃത്ത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ കോടതി പറഞ്ഞു, ലോൺ തിരിച്ചടയ്ക്കാത്ത പക്ഷം ഭൂമിയുടെ എല്ലാ ക്രയവിക്രയ അവകാശവും ലോൺ എടുത്ത ബാങ്കിലാണ്. അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. മക്കൾക്കായി യാതൊരു അവകാശവും ഇനി ഈ ഭൂമിയിൽ ഇല്ലെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടണമെങ്കിൽ ബാങ്കിന് കൊടുക്കേണ്ടതായ സംഖ്യ കൊടുക്കണമെന്ന്. എന്നാൽ വളരെ വിഷമമുള്ള കാര്യം എന്നത് ആ ബാങ്ക് ലോൺ തീർത്ത് നഷ്ടപ്പെട്ട അവകാശം തിരിച്ചു പിടിക്കാൻ അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തികച്ചും നിസ്സഹായമായ ഒരു അവസ്ഥ. അവരെ സഹായിക്കാൻ ആരെങ്കിലും വരണമെന്നൊരു സ്ഥിതി വിശേഷമായി. ഒരാളുടെ തെറ്റിന്, ആ അമ്മയോടൊക്കെ പറ്റിയ തെറ്റിന് ആ മക്കളെല്ലാവരും നഷ്ടതയിലും കഷ്ടതയിലുമാകുന്ന ഒരു അവസ്ഥ. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് കേരളത്തിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ വരുത്തിവെച്ച കടങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ബാധ്യതയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ മാത്രമല്ല, ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ ഉദാഹരണങ്ങളോടെല്ലാം ആദത്തിന്റെ പാപം മൂലം മനുഷ്യകുലത്തിനുണ്ടായ നഷ്ടത്തെ ഞാൻ ചേർത്ത് വായിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ആദവും ഹവ്വയും ചെയ്ത പാപത്തിന്റെ പരിഹാരം ആദവും ഹവ്വയും ചെയ്താൽ തീരുന്നതായിരുന്നില്ല. അവർ ചെയ്ത തെറ്റ് ആദത്തിന് ശേഷം സകല മനുഷ്യരും പാപ പരിഹാരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലായി. റോമർ 5:12 ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവിക ജീവൻ നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യം, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാദ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവം മനുഷ്യന്റെ നാസാദ്രങ്ങളിലേക്ക് നിശ്വസിച്ചുകൊണ്ട് ദൈവാത്മാവെ മനുഷ്യനിൽ നിക്ഷേപിക്കുന്നത്
മനുഷ്യൻ പാപത്തിന് അടിമയാകുന്നതിന് മുമ്പ് അവന് യാതൊരു നിയമവും നൽകപ്പെട്ടിരുന്നില്ല. അവൻ നയിക്കപ്പെട്ടിരുന്നത് ദൈവാത്മാവിനാലായിരുന്നു. പാപം മൂലം മനുഷ്യന് തന്റെ ദൈവിക ജീവൻ ഇല്ലാതാകുന്നു. തന്റെ ആന്തരിക മനുഷ്യനെ നഷ്ടമാകുന്നു. അവൻ തീർത്തും ഒരു ജഡികനായി തീരുകയും ചെയ്യുന്നു. ആദത്തിന്റെ പാപം മൂലം മനുഷ്യരുടെ മുഴുവന്റെയും ദൈവമക്കൾ സ്ഥാനം നഷ്ടമായി. ആദത്തിന്റെ അനുസരണക്കേടിന് ശേഷം പിന്നീട് ജനിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ഛായ നഷ്ടമാകുന്നു. ഉൽപ്പത്തി 5:3 പറയുന്നു, ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ സൃഷ്ടി വിവരണത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണെങ്കിൽ പാപം രംഗപ്രവേശനം ചെയ്തതിനു ശേഷം തന്റെ രണ്ടാമത്തെ സൃഷ്ടി വിവരണത്തില് അവന്റെ ഛായയിൽ എന്നാണ് വിവരിക്കുന്നത്. അവന്റെ ഛായയിൽ എന്ന് വിവരിക്കുമ്പോൾ അത് ആദത്തിന്റെ ഛായയിൽ എന്നാണ്. മനുഷ്യന്റെ ഈ തകർച്ചയെ കുറിച്ച് ഏശയ്യാ 59:2 വ്യക്തമാക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ദൈവത്തെ കാണാൻ പറ്റാത്ത വിധം, കേൾക്കാൻ പറ്റാത്ത വിധം എല്ലാവരും ദൈവത്തിൽ നിന്ന് അകലുന്നു. പാപാവസ്ഥ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ ഉണ്ടാക്കുന്നു. ദൈവം തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം കേൾക്കുമ്പോൾ പുരുഷനും സ്ത്രീയും മരങ്ങൾക്കിടയിൽ ഒളിക്കുന്നു. ദൈവത്തിന്റെ സൗഹൃദ വലയത്തിലായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ കാരണം മനുഷ്യന്റെ ദൈവവുമായുള്ള ബന്ധത്തിന്റെ തകർന്നതുകൊണ്ടാണ്. ദൈവ-മനുഷ്യ ബന്ധം തകർന്നതുപോലെ തന്നെ മനുഷ്യന് തന്നോട് തന്നെയുള്ള ബന്ധം തകരുന്നതും നമുക്ക് കാണാം. നാണവും ലജ്ജയും അപകർഷതാബോധവും തന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന തോന്നലും എല്ലാം ഉണ്ടാകുന്നത് തന്നോട് തന്നെയുള്ള ബന്ധം തകരുന്നത് കൊണ്ടാണ്. താൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യൻ ലജ്ജ തോന്നി അത്തിയിലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കുന്നതും മനുഷ്യന് തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടമാകുന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ദൈവത്തോടും തന്നോട് തന്നെയുള്ള ബന്ധം തകർന്നതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധം തകരുന്നു. എന്റെ അസ്ഥിയുടെ അസ്ഥി എന്ന് സ്നേഹത്തോടെ വിളിച്ച ഹവായെ പിന്നീട് പാപം ചെയ്തു കഴിയുമ്പോൾ നീ കൂട്ടിൽ തന്ന സ്ത്രീ എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്നതും നമുക്കിവിടെ കാണാനാവുന്നുണ്ട്. ഇത് മനുഷ്യനും മറ്റുള്ളവരുമായുള്ള ഒരു ബന്ധം തകരുന്നതിന്റെ നേർക്കാഴ്ചയാണ്. ഇനി പ്രപഞ്ചത്തോട് തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അതിന്റെ ആയുഷ്കാലം മുഴുവൻ നീ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും എന്നും മുഴുവൻ മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 3:17-18 വരെ വാക്യങ്ങൾ. മനുഷ്യന്റെ പാപം മൂലം പ്രപഞ്ചത്തിന്റെ സ്വഭാവം പോലും മാറുന്നു. ഭൂമിയിൽ മുഴുവൻ മുൾച്ചെടികളും ഉണ്ടാകുന്നു. മനുഷ്യനെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ഈ പാപാവസ്ഥയെക്കുറിച്ചുള്ള സങ്കീർത്തകന്റെ വിലാപമാണ് 51:5 കാണുന്നത്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിലായപ്പോഴേ ഞാൻ പാപിയാണ്. തീർച്ചയായും മനുഷ്യൻ പാപിയാകുന്നത് പാപം ചെയ്യുന്നത് കൊണ്ടല്ല, അവൻ ഓൾറെഡി പാപി ആയതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോഴേ മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ്. പാപാവസ്ഥയുടെ ഏറ്റവും ഭയാനകമായ വേർഷൻ എന്ന് പറയുന്നത് അവന്റെ സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത നിസ്സഹായാവസ്ഥയാണ്. മനുഷ്യന് തന്നിൽ തന്നെ നിയന്ത്രണമില്ലാത്ത അവസ്ഥ. ലേഖനം 7-ാം അധ്യായത്തിൽ 19-20 വരെ വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പൗലോസ് ഇങ്ങനെ പറയുന്നു, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന പാപം മൂലം മനുഷ്യന് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് അവൻ ദുഷ്ടന്റെ നിയന്ത്രണത്തിലും ശക്തി വലയത്തിലുമാകുന്നു. 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. വീണ്ടും പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, എന്റെ അവയവങ്ങളിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അതെ, എന്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നിസ്സഹായരാണ് മനുഷ്യകുലം. ഈ ദുരാവസ്ഥ തിരിച്ചറിഞ്ഞ പൗലോസ് ശ്ലീഹ ഇങ്ങനെ വിലപിക്കുന്നു,
ഞാൻ ദുർബലനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? എല്ലാവരുടെയും ഉള്ളിൽ ഒരു തിന്മ ഒളിഞ്ഞു ഇരിക്കുന്നുണ്ട്. ഉണങ്ങി വരണ്ട ഭൂമിയിൽ മഴവെള്ളം വീണ് കുതിരുമ്പോൾ അനേകം ചെടികൾ മുളച്ചു പൊങ്ങുന്നു. അതുപോലെ അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉള്ളിലുള്ള പാപാവസ്ഥയിൽ നിന്നും വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ എല്ലാ പാപങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നും തനിയെ രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും കഴിയില്ല. അതിനുള്ള സഹായം, ആ രക്ഷ പുറമെ നിന്ന് വരണം. ആദ്യ മാതാപിതാക്കളുടെ അടിമത്തത്തിന്റെ ആവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നു. പലപ്പോഴും അടിമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ശ്രമിക്കാറുണ്ട്, പക്ഷേ നമുക്ക് അതിന് സാധ്യമാവുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നാം പലതിനാലും തോൽപ്പിക്കപ്പെട്ട് സാത്താന്റെ അടിമകളായി തീരുന്നു. ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ വിദ്വേഷമോ വൈരാഗ്യമോ നീരസമോ ആകാം. ചില വ്യക്തികളോടുള്ള, വസ്തുക്കളോടോ സ്ഥലങ്ങളോടോ സാഹചര്യങ്ങളോടുള്ള ഇഷ്ടങ്ങളാകാം. പണം, മദ്യം, മയക്കുമരുന്ന്, സെക്സ്, മൊബൈൽ, ഭക്ഷണം എന്നിവയോടുള്ള ആസക്തികളാകാം. എന്നിങ്ങനെ പല കാര്യങ്ങളാലും നാം തോൽപ്പിക്കപ്പെടുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം. എൻ്റെ ജീവിത പങ്കാളി സീനയ്ക്ക് ഒരു ജോലിക്ക് പോകണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു CBSE സ്കൂളിൽ ടീച്ചറുടെ വേക്കൻസി ഉള്ളതായിട്ട് ഞങ്ങൾ അറിയുന്നത്. സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചപ്പോൾ ജോലി ലഭിക്കാനായി അവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണമെന്ന് ആണ് പറഞ്ഞത്. ആ സ്കൂളിൽ തന്നെ എൻ്റെ സുഹൃത്തിന്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളിനെ പറ്റി പണം കൊടുത്താൽ, സ്കൂളിന് ജോലിക്ക് വേണ്ടി പണം കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമോ എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ആരാഞ്ഞു. സുഹൃത്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഗോൾഡൊക്കെ വിറ്റ് സ്കൂളിൽ സെക്യൂരിറ്റി തുക അടയ്ക്കുകയാണ്. എന്നാൽ അതൊരു ചതിയായിരുന്നു. എൻ്റെ സുഹൃത്തിന് ആ സ്കൂളിന്റെ ദുരാവസ്ഥ നന്നായിട്ട് അറിയാമായിരുന്നു. മാത്രമല്ല, ആ സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് ആ സുഹൃത്തിന് കിട്ടേണ്ട തുകയ്ക്ക് വേണ്ടി എന്നെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. എന്നിട്ടും ഈ വിവരം എന്നിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് സ്കൂൾ മാനേജ് നല്ലതാണെന്ന് പറഞ്ഞത് എനിക്ക് സുഹൃത്തിനോടുള്ള ആ വല്ലാത്ത വൈരാഗ്യം ബുദ്ധിയോടുകൂടി ഞാൻ തുടർന്ന് എനിക്ക് ആ കാശ് നഷ്ടമായി. ഇതിനെ തുടർന്ന് സുഹൃത്തിനോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു ചിന്തയായി. എന്നെ അത് വല്ലാതെ അസ്വസ്ഥമാക്കി. ഏതെല്ലാം വഴിയിലൂടെ സുഹൃത്തിനെ ഉപദ്രവിക്കാനും ഒറ്റപ്പെടുത്താനും സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ ചിന്ത എൻ്റെ സ്വഭാവം തന്നെ മാറ്റി. ദേഷ്യം, കോപം, പരദൂഷണം, കുറ്റപ്പെടുത്തല്, അപവാദം പറയല് എന്നിങ്ങനെ ഞാൻ ആഗ്രഹിക്കാത്ത പല സ്വഭാവങ്ങളും എന്നിൽ കടന്നുകൂടി. ഇത് ആ വ്യക്തിയോട് മാത്രമല്ല മറ്റുള്ളവരോടും പ്രകടിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ നിയന്ത്രണമില്ലാത്ത അവസ്ഥ. നന്മ ചെയ്ത ദൈവസ്നേഹം അനുഭവിക്കേണ്ട സമയം ഞാൻ പലതും നഷ്ടപ്പെടുത്തി. ഈ ആഴ്ച നമുക്ക് നമ്മുടെ ഇത്തരം ഏതെല്ലാം കാര്യങ്ങളെല്ലാം നാം അടിമത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ധ്യാനിക്കാം. നമ്മളിലുള്ള പാപാവസ്ഥയെക്കുറിച്ച് നമുക്ക് ഈ ആഴ്ചക്കാലം മുഴുവൻ ധ്യാനിക്കാം. ദൈവസ്നേഹം അനുഭവിച്ചാൽ തടസ്സമായി നിൽക്കുന്ന പാപാവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന പാപാവസ്ഥയെക്കുറിച്ച് ബൈബിളിന്റെ അടിസ്ഥാനത്തിലും സ്വന്തം ജീവിതാനുഭവത്തിലും നമുക്ക് വ്യക്തമാക്കി തന്ന ക്ലീറ്റസ് ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി ടെസ്റ്റിമോണിക്കായി സെൽഡ ജോർജ് ചേച്ചിയെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സെൽഡ ജോർജ്. ഞാൻ മൂവാറ്റുപുഴയിൽ താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് ബിജു മൈക്കിൾ. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തയാൾ അന്ന പഠനം കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ മകൻ അനുഷ് നഴ്സിംഗിന് പഠിക്കുന്നു. പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. നല്ലൊരു കത്തോലിക്ക കുടുംബത്തിലേക്ക് എന്നെ വിവാഹം ചെയ്തയച്ചു. വിവാഹത്തിന്റെ ആദ്യ കുറേ വർഷങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വരാൻ തുടങ്ങി. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ കൂടി മാതാപിതാക്കൾ പകർന്നു ആശ്രയം മുറുകെ പിടിച്ചു. പക്ഷെ വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ
യാതൊരു വ്യത്യാസങ്ങളില്ലാതെ തകർച്ചകളുടെ ഒരു ഘോഷയാത്രയിൽ തന്നെ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ദൈവാശ്രയ ബോധവും ദൈവവിശ്വാസവും പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥന ഇല്ലാണ്ടായി, പേഴ്സണൽ പ്രേയേഴ്സ് ഇല്ലാതായി, കുടുംബ പ്രാർത്ഥന ഇല്ലാതായി. പള്ളിയിൽ പോകും, അത്യാവശ്യം ബൈബിൾ വായിക്കും. ഞാൻ പാപാവസ്ഥയിലായി. ആ പാപാവസ്ഥയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എൻ്റെ നഷ്ടപ്പെട്ടപ്പോൾ മാനുഷികമായ ബന്ധങ്ങളിലും എനിക്ക് വിള്ളലുകൾ വീണു. എൻ്റെ സഹോദരങ്ങളുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ തകർച്ചകൾ കടന്നു വന്നുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. എനിക്ക് അലർജിയും ശ്വാസം മുട്ടലും എല്ലാം കടന്നു വന്നു. അങ്ങനെ ഞാൻ വല്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിതം ഇങ്ങനെ തള്ളി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ 2023 എൻ്റെ മകൾ അന്ന എന്നെ തൊടുപുഴയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി, വീട്ടമ്മയായ സിസ്റ്റർ അൽഫോൻസ എന്നാണ് പേര്, അവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് എന്നെ കൊണ്ടുപോയി. അവിടെ കൗൺസിലിങ്ങിന് പോകാനായിട്ട് എൻ്റെ വികാരി അച്ഛൻ എന്നെ നിർബന്ധിച്ചിട്ടുള്ളതാണ്. എൻ്റെ സിസ്റ്ററിലോ ബിനു എന്നെ നിർബന്ധിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇനി ധ്യാനവും കൗൺസിലിങ്ങും കൊണ്ടൊന്നും എനിക്ക് രക്ഷയില്ല എന്നുള്ള ഒരു വിചാരത്തിൽ ഞാൻ പോകാതിരിക്കുകയായിരുന്നു. മകളുടെ നിർബന്ധപ്രകാരം ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ ഈശോയുടെ സഹായത്തോടെ എനിക്ക് കുറേ നിർദ്ദേശങ്ങൾ തന്നു. ഞാൻ വരുത്തേണ്ട തിരുത്തലുകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ ജീവിതം ക്രമപ്പെടുത്തേണ്ട രീതി, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കണം എന്നിവയെല്ലാം എനിക്ക് നിർദ്ദേശം ഈശോയിൽ നിന്ന് അവരിലൂടെ ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അവയെല്ലാം ഒരു ഡയറിയിൽ എഴുതിയെടുത്തു. പിന്നെ എന്നെ അവർ നല്ലൊരു കുമ്പസാരത്തിനൊരുക്കി. ഞാൻ തിരിച്ചു വന്ന് കണ്ണീരോടെ മനസ്തപിച്ച് വിശുദ്ധ കുമ്പസാരം നടത്തി. വിശുദ്ധ കുമ്പസാരം നടത്തിയതിന് ശേഷം ഞാൻ ഒരു ജനുവരി 26 അവിടെ കൗൺസിലിങ്ങിന് പോണേ. ഫെബ്രുവരി 13 എൻ്റെ മകൾ ഓസ്ട്രേലിയയിലെത്തി. അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് വിശുദ്ധ കുമ്പസാരത്തിന്റെ ഫലമായിട്ട് ഈശോ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഈ ഈശോയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ച് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തി ദൈവ പ്രാർത്ഥനാ ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ എൻ്റെ നിരാശയിൽ നിന്ന് ഞാൻ റിക്കവർ ആകാൻ തുടങ്ങി. എൻ്റെ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 2024 ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. ഒരു ലോറിയുമായിട്ട് ഉള്ള ആക്സിഡന്റ് ആയിരുന്നു. മരണകരമായിട്ടുള്ള അപകടമായിരുന്നെങ്കിലും എനിക്ക് കാലിന് മാത്രമേ പരിക്കേറ്റുള്ളൂ. അങ്ങനെ ഞാൻ ബെഡ് റെസ്റ്റിലായി. അപ്പോൾ വീണ്ടും അൽഫോൻസ സിസ്റ്ററിലൂടെ എനിക്ക് ഈശോയുടെ നിർദ്ദേശം ലഭിച്ചു, ഈ അവസ്ഥയിൽ തന്നെ ഡിവൈനിൽ പോയി ധ്യാനം കൂടണമെന്ന്. അങ്ങനെ എൻ്റെ വീട്ടുകാർ എന്നെ ഡിവൈനിൽ ധ്യാനത്തിന് കൊണ്ടുപോയി. കിടന്നുകൊണ്ട് ഞാൻ ധ്യാനം കൂടി. എൻ്റെ സിസ്റ്ററിലോ എൻ്റെ കൂടെ വന്നു. അവിടെ വെച്ച് എനിക്ക് കൗൺസിലിംഗ് ഉണ്ടായി. എന്നെ കൗൺസിലിംഗ് ചെയ്ത സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, 3 പ്രാവശ്യം ഈശോ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് 3ാമത്തെ പ്രാവശ്യം ഏതാണെന്ന് എനിക്കറിയാം, എൻ്റെ ഈ സ്കൂട്ടർ ആക്സിഡന്റ്. 2ാമത്തെ പ്രാവശ്യം എനിക്കറിയാം, കോവിഡ് വന്ന് ഞാൻ മരണാസന്നയായി, ഈശോയുടെ ദർശനം ഉണ്ടായി. പക്ഷെ അന്ന് എനിക്ക് ഈശോയുടെ ദർശനമാണ് അതൊന്നും മനസ്സിലായില്ല. കാരണം ഞാനന്നൊരു മന്ദോഷണാവസ്ഥയിലായിരുന്നല്ലോ. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം എനിക്കറിയാം. 1ാമത്തെ പ്രാവശ്യമായി ഏതാണെന്ന് എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആ സഹോദരി കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു ലേബർ റൂം കാണുന്നുണ്ട്, അവിടെ ഒരു ആൺകുഞ്ഞാണുള്ളത്, മാതാവ് അവിടെ നിൽക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ 2ാമത്തെ ഡെലിവറി, എൻ്റെ മകനെ ഡെലിവറി ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുഞ്ഞ് നെക്കില് കോടി ചുറ്റി കിടക്കുകയായിരുന്നു. കുഞ്ഞ് അനക്കമില്ലാതെ ആയി എന്ന് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും അവരത് പരിഗണിച്ചില്ല. അങ്ങനെ എന്നെ നോർമൽ ഡെലിവറിക്ക് കൊണ്ടുപോവുകയും ഡെലിവറി നടക്കാതിരിക്കുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് അവര് ഡിസിഷൻ മാറ്റി എന്നെയും കുഞ്ഞിനെ സർജറി ചെയ്തെടുത്ത് എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കുകയായിരുന്നു. ഇത് അമ്മയുടെയും ഈശോയുടെയും ഇടപെടലായിരുന്നു എന്ന് എനിക്ക് ആ നിമിഷമാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ അവിടുന്ന് ഡിവൈനിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് റിക്കവറായി സാധാരണ ജീവിതത്തിലേക്ക് വന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഈശോ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്? എന്നെപ്പോലെ ഒരു വ്യക്തി, യാതൊരുവിധ പ്രത്യേകതകളില്ല, യാതൊരുവിധ വിശുദ്ധിയില്ല, പ്രാർത്ഥനാ ജീവിതം ഇല്ലാതിരുന്ന അവസ്ഥയിൽ
പോലും എന്നെ പോലുള്ള ഒരു സാധാരണ വ്യക്തി എന്തുകൊണ്ടായിരിക്കും ഈശോ എന്നെ 1, 2, 3 പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷിച്ചത്? ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഉത്തരമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ കൂട്ടുകാരി ഗീത ചെക്കോ 36 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയൊക്കെയോ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിക്കുന്നു. പല കാര്യങ്ങളും പറഞ്ഞതിനിടയ്ക്ക് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് മിസ്സിയെ കുറിച്ച് അറിയാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ അവൾ പറഞ്ഞു, 7 നിത്യസത്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, നീ ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചാടിക്കേറി യെസ് പറഞ്ഞു. കാരണം ഞാൻ ഈശോയോട് അടുക്കാനായിട്ട് ആഗ്രഹിച്ച സമയമായിരുന്നു. അങ്ങനെ മിസ്സിയോയുടെ 13ാമത്തെ ബാച്ചിൽ ഞാൻ ചേർന്നു. അങ്ങനെ ചേർന്ന് പ്രിയപ്പെട്ടവരെ, നിത്യസത്യങ്ങളിൽ കൂടെ കടന്നുപോയപ്പോഴാണ് എനിക്ക് എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായത്. ദൈവസ്നേഹം, പാപാവസ്ഥ എന്നീ 2 നിത്യസത്യങ്ങൾ ധ്യാനിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈശോ എന്നെ 3 പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നതിന്റെ ഉത്തരം എനിക്ക് ലഭിച്ചത്. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് അറിയാം ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകണേ. ഞാൻ പാപാവസ്ഥയിലായിരുന്നു. ദൈവത്തിൽ നിന്നകന്ന്, പ്രാർത്ഥനയില്ലാതെ, ദൈവാശ്രയബോധമില്ലാതെ, നിരാശയിൽ, പാപാവസ്ഥയിലായിരുന്ന ഞാൻ ആ സമയത്ത് മരിച്ചു പോയാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. അത് എൻ്റെ ദൈവത്തിന് അറിയാം, എനിക്കറിയാൻ പാടില്ല. എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനാണ് 3 പ്രാവശ്യവും ഈശോ എന്നെ രക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും അറിയാം. കൂടാതെ എന്നെ 1ാമത്തെ കൗൺസിലിങ്ങിലും 2ാമത്തെ ഡിവൈനിൽ വെച്ചുള്ള കൗൺസിലിങ്ങിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിക്കൊപ്പം ശുശ്രൂഷയും ചെയ്യണമെന്നുള്ളത്. ഈശോയുടെ ആ നിർദ്ദേശപ്രകാരം 14ാമത്തെ മാർച്ച് മുതൽ ഞാൻ മിസ്സിയോയിൽ മെന്ററായിട്ട് ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഏത് അവസ്ഥയിലാണേലും, നമ്മൾ പാപാവസ്ഥയിലാണ്, രോഗാവസ്ഥയിലാണ്, നിരാശയിലാണ്, ഏത് അവസ്ഥയിലാണെങ്കിലും അവിടുത്തെ സ്നേഹം നമ്മോടൊപ്പം ഉണ്ട്. ആ സ്നേഹം അചഞ്ചലമാണ്, അനന്തമാണ്. ആ കരുതൽ ഇന്നും നമ്മളുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ദൈവം നമ്മളുടെ അവസ്ഥകളെല്ലാം, നമ്മുടെ കഷ്ടാവസ്ഥയും നമ്മുടെ രോഗാവസ്ഥയും എല്ലാം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് അറിയാം. അവന്റെ കരുതൽ നമ്മളുടെ കൂടെ അചഞ്ചലമായി എന്നും ഉണ്ടായിരിക്കും. എൻ്റെ ദൈവസ്നേഹാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും ഇതുപോലെ ദൈവസ്നേഹാനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹൃദയസ്പർശിയായ ടെസ്റ്റിമണി ഞങ്ങളുമായി ഷെയർ ചെയ്ത സെൽഡ ചേച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി പാപാവസ്ഥയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സ്ലൈഡ് പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിനായി മേഴ്സി തൊമ്മിച്ചൻ ചേച്ചിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ഒരു വശത്ത് മനുഷ്യൻ ആധുനികതയുടെ എത്ര ഉന്നതങ്ങളിൽ എത്തിയാലും മറുവശത്ത് മനുഷ്യകുലത്തെ ഒന്നടങ്കം അപകടമാം വിധം കീഴടക്കിയിരിക്കുന്ന പരിതാപകരമായ അവസ്ഥയാണ് ലോകത്തിന്റെ പാപാവസ്ഥ. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ഭൂമിയിൽ നല്ലവനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല എന്ന ഭയാനകമായ അവസ്ഥ സംജാതമായിരിക്കുന്നു. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും എത്ര ബലിഷ്ഠമായ മനുഷ്യനായ അയാൾ. പക്ഷേ കഠിനമായ ബന്ധനത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുണ്ടെങ്കിലും ഒന്നിനും മനുഷ്യനെ തൃപ്തിപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും കഴിയാത്ത വിധം പാപാവസ്ഥ നമ്മെ ചൂഴ്ന്നിരിക്കുന്നു. തോബീത്ത് 12:10 പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ദൈവത്തിന്റെ അപരിമയമായ സ്നേഹം അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കാനും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപാവസ്ഥയാണ്. ദൈവിക പദ്ധതി എന്തായിരുന്നു? ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ പർദീസായിലാക്കി. മനോഹരമായ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു. അങ്ങനെ ദൈവസ്നേഹാനുഭവം നഷ്ടമായി. ഇതാണ് മനുഷ്യന്റെ പാപാവസ്ഥ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട
സൃഷ്ടിക്കപ്പെട്ട് സകല അനുഗ്രഹ സമൃദ്ധിയോടും കൂടി പർദീസായിൽ ചേർക്കപ്പെട്ട മനുഷ്യൻ തന്റെ തന്നിഷ്ടം കൊണ്ട് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നും അകന്നു മാറി. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട മനുഷ്യൻ, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് ദൈവത്തിൽ നിന്ന് തട്ടിപ്പറിച്ച മനുഷ്യൻ മണ്ണിനോട് മല്ലടിച്ച ജീവിതം തുടരുന്നു. ദൈവമില്ലാത്തയിടം ഇരുട്ടാണ്. നൽകപ്പെട്ട നന്മകൾ അനുഭവിക്കാൻ കഴിയാത്ത വിധം ഇരുട്ടിലാക്കപ്പെട്ട മനുഷ്യകുലത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവതുല്യരായി ദൈവത്തോടൊപ്പമായിരുന്ന മനുഷ്യരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുടെയും സംശയത്തിന്റെ വിത്ത് വിതച്ച് അവനെ ദൈവിക സാന്നിധ്യത്തിൽ നിന്നും പറിച്ചു മാറ്റുന്ന സാത്താനിക തന്ത്രം. അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടു. അവന്റെ വാക്കനുസരിച്ചു, പൂർണ്ണമായി അവന് സമർപ്പിച്ചു. നമ്മുടെ ഓരോ ചിന്തകളും ആലോചനകളും നമ്മുടെ പ്രവർത്തിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. മനസ്സിൽ എന്ത് നിരൂപിക്കുന്നുവോ അതാണ് സാവധാനത്തിൽ പ്രവൃത്തി പദത്തിൽ എത്തുന്നത്. അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ പാപത്തിന്റെ ചിന്തകൾ അവരുടെ തിന്മയുടെ സ്വരത്തെ അനുസരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചു. സർവവും നഷ്ടമായി. സാത്താന്റെ പ്രലോഭനത്തിലാകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. ദൈവിക ജീവനും അധികാരങ്ങളും സർവ സൗഭാഗ്യങ്ങളും നഷ്ടമായി. ദൈവിക സാന്നിധ്യത്തിൽ അനുഭവിച്ചിരുന്ന സകല നന്മകളും നഷ്ടമായി. ദൈവസന്നിധി തന്നെ ഭയമായി തീർന്നു. അറിവിന്റെ അഹന്തതയിൽ നിന്നും ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് വഴുതി വീഴുന്ന മനുഷ്യർ ഒളിമാടങ്ങളിൽ അഭയം തേടുന്നു. ദൈവത്തിന്റെ കൂടെ ഒന്നിച്ചായിരുന്നവനെ തേടി ദൈവം ഇറങ്ങുന്നു. സാത്താന്റെ കുതന്ത്രത്തിലൂടെ അവന് ലഭിച്ച തിരിച്ചറിവ് തുച്ഛമാണെന്ന് തെളിയിക്കുന്ന ഒരു ഒളിച്ചിരിപ്പ്. ദൈവത്തിന് കണ്ടെത്താത്ത മറവുകളിൽ നിന്ന് മനസ്സിലാക്കാത്ത വികലമായ തിരിച്ചറിവ്. യെശയ്യാ 59:2 നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. സ്വർഗം എത്ര സ്നേഹിച്ചാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിന്റെ പാവങ്ങളുടെ കാർമേഘം നിന്നെ മൂടിയിരിക്കുന്നു. ദൈവത്തിന്റെ മുഖം ദർശിക്കാനാകാത്ത വിധം അത് നിന്നെ മറച്ചിരിക്കുന്നു. ആദിമ മാതാപിതാക്കളുടെ ദൗത്യം എന്തായിരുന്നു? ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളെ നോക്കി സംരക്ഷിച്ച് വളർത്തുക. അനുസരിക്കുന്ന എന്തായിരുന്നു? നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്, അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. സ്നേഹത്തിന്റെ അധിഷ്ഠിതമായ അനുസരണത്തിലൂടെ സർവവും നോക്കി സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു ആദ്യ മാതാപിതാക്കൾ. സൃഷ്ടാവിന്റെ സ്നേഹ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൊണ്ട് സ്വസ്ഥതയുടെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരായിരുന്നു. രണ്ടുപേരുടെ വാക്കുകൾ, ഒന്ന് ദൈവത്തിന്റെ വാക്കുകളും പിശാചിന്റെ വാക്കുകളും. ദൈവത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു? വിശ്വസിക്കുക, അനുസരിക്കുക, ജീവൻ ലഭിക്കും. എന്നാൽ പിശാചിന്റെ വാക്കുകളിൽ തിന്മയുടെ അടിമത്തം, മരണം. നിയമാവർത്തനം 30:15 പറയുന്നു, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുത്തോളുക. ദൈവം മനുഷ്യൻ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവന് നൽകപ്പെട്ട സ്വാതന്ത്ര്യമാണ്. എല്ലാം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഭയത്തോടുള്ള സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുള്ള സ്നേഹമാണ് ഇവിടെ. ദൈവത്തിന്റെ വാക്കുകളെ നിഷേധിച്ച മനുഷ്യൻ സാത്താന്റെ വാക്കിന് അടിമയായി. തിന്മയും മരണവും അവൻ സ്വീകരിച്ചു. 2 പത്രോസ് 2:19 ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ. ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല, പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടു. റോമ 6:16 നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. റോമ 3:10-12 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. ആദ്യ മാതാപിതാക്കളുടെ തിന്മ മൂലം അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞ മുഴുവൻ മനുഷ്യവംശം പാപാവസ്ഥയിലാണ് ഒഴിവാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ പോലും ഇല്ല നല്ലവനായി എന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ
കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിലപിക്കുന്നത്. അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാൻ പോകുന്നത്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. സ്വയാപഭാവത്തോടെയുള്ള ഒരു വിലാപമാണിത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വന്തം ശരീരത്തോടും മനസ്സിനോടും യുദ്ധം ചെയ്യുന്ന ഒരു ആത്മാവിന്റെ വിലാപം. നമ്മുടെ മേലുള്ള ദുഷ്ടന്റെ സ്വാധീനത്തെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മാർത്ഥമായ വിലാപം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുന്നത്. 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. നമ്മൾ മാംസം സ്വീകരിച്ച് ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലായതുകൊണ്ടും നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നതുകൊണ്ടും നമുക്ക് ഈ ദുഷ്ടന്റെ ശക്തി വലയത്തിന്റെ സ്വാധീനം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നാം കീഴ്പ്പെട്ടു പോകാറുമുണ്ട്. നമ്മുടെ ദുർഭഗാവസ്ഥയാണ് അത്. പാപത്തിന്റെ പരിണത ഫലം മരണം, പാപത്തിന്റെ വേതനം മരണമാണ്. റോമ 6:22. സമൃദ്ധിയില്ലാത്തതെല്ലാം മരണതുല്യമാണ്. സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായ മനുഷ്യർ പാപത്തിന് അടിമപ്പെട്ടത് പോയതോടെ മരണ സംസ്കാരത്തിൽ അകപ്പെട്ടുപോയി. അതുപോലെ ബന്ധങ്ങൾ തകരുന്നു. എന്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസവും. ബന്ധങ്ങൾ തകരുന്ന മൂലം പറയുന്നത് അങ്ങെനിക്ക് കൂട്ടിന് നൽകിയ സ്ത്രീ. ഒത്തിരി ആവേശത്തോടെ സ്വീകരിച്ച ജീവിത പങ്കാളിയെ തള്ളിപ്പറയുന്ന വികലമായ വൈകാരികതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തിന്മകളിൽ പങ്കാളിയാവുന്നതോടെ പരസ്പര ബന്ധത്തിലെല്ലാം വിള്ളലുകൾ ഉണ്ടാകുന്നു. ഹൃദയത്തിലെ പൊരുത്തക്കേടുകൾ പരസ്പര പൊരുത്തക്കേടുകളായി പരിണമിക്കുന്നു. ഹൃദയവികാരങ്ങൾ കലുഷിതമാകുമ്പോൾ എല്ലാ ബന്ധങ്ങളും തകർക്കുന്നു. ദൈവബന്ധം നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു, ഭയം വളരുന്നു, വെറുപ്പ്, വിദ്വേഷം, പിരിമുറുക്കം ഇതെല്ലാം ഉണ്ടാവുന്നു. തന്നോട് തന്നെയുള്ള ബന്ധം ഉൾവലിയുന്നു, നാണം ഉണ്ടാവുന്നു, ലജ്ജയാവുന്നു. ഇതെല്ലാം നമുക്ക് ബന്ധങ്ങൾ തകരുന്ന മൂലം ഉണ്ടാകുന്നു. പരസ്പര ബന്ധം മറ്റു മനുഷ്യരുമായി മറ്റുള്ളവരെ പഴി പറയുന്നു, കുറ്റം വിധിക്കുന്നു, സ്വയം ന്യായീകരിക്കുന്നു. ബന്ധങ്ങളുടെ തകർച്ച വലിയ അടിമത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. ക്രിയാത്മകമായി ചെലവഴിക്കേണ്ട നമ്മുടെ സമയം ആരെങ്കിലും കവരുന്നുണ്ടെങ്കിൽ നാം അവരുടെ അടിമകളാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ സമയം നഷ്ടപ്പെടുന്ന ഒരുപക്ഷെ ചിലരോടുള്ള പകയും വിദ്വേഷവുമാവാം, ചിലപ്പോൾ ചിലരോടുള്ള അധിക സ്നേഹമാവാം. എന്തു തന്നെയായാലും വൈകാരിക അടിമത്തം പാപത്തിന്റെ അടിമത്തമാണെന്ന് മനസ്സിലാക്കുക. കാലാവസ്ഥയിൽ വരുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും സ്വീകരിക്കാൻ കഴിയാത്ത വിധം നമ്മൾ അസ്വസ്ഥരാകുന്നു. ചൂട് കൂടിയാൽ പ്രശ്നം, പ്രപഞ്ചത്തോട് പോലും കുസ്തി പിടിക്കുന്ന മനസ്സിന്റെ അടിമത്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു. സെയിന്റ് അഗസ്റ്റിൻ പറയുന്നു, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. തകർന്ന മനുഷ്യരുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പ്രത്യാശ നഷ്ടപ്പെട്ടു, വീട്ടാനാകാത്ത വലിയ കടത്തിൽ നിബന്ധിച്ചു, പാപത്തിന്റെ അടിമത്തത്തിലായി. റോമ 7:15 ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പാപാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യ സ്വഭാവമാണ് നാം ഇവിടെ കാണുന്നത്. നന്മ ചെയ്യാൻ കഴിയാത്ത വിധം ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞു പോയിരിക്കുന്നു. തികച്ചും പരിതാപകരമായ അവസ്ഥ. ഞാൻ പാപം ചെയ്യുന്നതുകൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? ഒരു പ്ലാവോ മാവോ എന്തു തന്നെ ആയാലും, പ്ലാവിൽ ചക്ക ഉണ്ടായാലും മാവിൽ മാവ് ഇല്ലെങ്കിലും അത് മാവും പ്ലാവും തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മളും. സ്വഭാവത്തിൽ തന്നെ നമ്മൾ പാപികളാണ്. അവസരം വരുമ്പോൾ നമ്മിൽ നിന്നും തിന്മയുടെ ഫലങ്ങൾ പുറപ്പെട്ടേക്കാം. അപ്പോൾ ഞാൻ പാപി ആയതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നത്. റോമ 7:19-20 ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഉള്ളിൽ രൂഢമായി കിടക്കുന്ന പാപത്തിന്റെ മേഖലകൾ വല്ലാതെ നമ്മെ ഉലയ്ക്കുന്നു. നമ്മൾ ആഗ്രഹിക്കാത്ത അവസരങ്ങളിൽ അത് പുറത്തേക്ക് വരികയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വികലരാകപ്പെടുകയും ചെയ്യുന്നു. ലോസ് ദ കൺട്രോൾ ഓവർ എവരിത്തിങ്, ലോസ് ദ കൺട്രോൾ ഓൺ സെൽഫ്. നമ്മുടെ എല്ലാ കൺട്രോളും നമുക്ക് നഷ്ടപ്പെടുന്നു. റോമ 7:24
ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? റോമ 7:24. സ്വയം രക്ഷിക്കാൻ കഴിയാത്ത പരിതാരമായ അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തുവാൻ ആരെങ്കിലും പുറമേ നിന്ന് വന്നാൽ മാത്രമേ കഴിയൂ. പാവാവസ്ഥയുടെ മുഴകൾക്കിടയിൽ കൂടെയും കിടക്കുന്ന നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ളവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ ദുർഭകാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കണമേ. ആമേൻ. താങ്ക് യു മേഴ്സി ചേച്ചി ഫോർ എ വണ്ടർഫുൾ പ്രസന്റേഷൻ. അടുത്തായി നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ, പാപാവസ്ഥയെ കുറിച്ചുള്ള ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആലിസ് ആന്റിയെ ക്ഷണിക്കുന്നു. താങ്ക് യു ഡിഷ, താങ്ക് യു വെരി മച്ച്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ആ വിഷയം നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തന്നു ഇല്ലേ? ക്ലീറ്റസിന്റെ പ്രഘോഷണവും സെൽഡയുടെ ജീവിതാനുഭവങ്ങളുടെ ഷെയറിങ്ങും മേഴ്സിയുടെ പ്രസന്റേഷൻ സ്ലൈഡ്സ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വിശദീകരണമെല്ലായപ്പം നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് നന്നായിട്ട് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബേസിക് ഗോസ്പൽ മെസ്സേജ് അതിനകത്തെ ഓരോ വിഷയങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് ദൈവം നമ്മളെ നിരന്തരം സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് ഒരു കുറവുമില്ല എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ കണ്ടത് ദൈവം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാനും പങ്കുവെക്കാനും പറ്റുന്നില്ലാത്ത ഒരു നിസ്സഹായ സ്ഥിതി നമുക്കുണ്ടെന്ന്. അതിൻ്റെ കാര്യമൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലാകത്തക്ക രീതിയിൽ സ്വന്തം അനുഭവത്തിലൂടെയും വിശദീകരണത്തിലൂടെയും എല്ലാം നമുക്ക് ഇവർ 3 പേരും പറഞ്ഞു തന്നു. ഗാനവും അതിന് സഹായകമായിരുന്നു, റീഡിങ്സും എല്ലാം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, അതായത് ഇപ്പം മേഴ്സി പറയുമായിരുന്നല്ലോ, പാപം ചെയ്യുന്നത് കൊണ്ടാണോ നമ്മൾ പാപികളായിരിക്കുന്നത്, അതോ നമ്മൾ പാപികളായതുകൊണ്ട് അവസരം വന്നാൽ പാപം ചെയ്യുമെന്നുള്ളതാണോ? നമുക്ക് പലപ്പോഴും നമ്മുടെ ധാരണയില് പാപം ചെയ്തില്ലെങ്കിൽ നമ്മൾ പാപികളല്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ? ഇപ്പൊ ഒരു മാവേല് മാങ്ങ ഒന്നും കായ്ച്ചില്ലെങ്കിലും മാവും മാവാ, തേങ്ങ ഇല്ലെങ്കിലും തെങ്ങ. മനുഷ്യൻ സെയിൻപോളൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഇപ്പൊ ഒരു മേഴ്സി പറഞ്ഞു പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, അതായത് കാടന്മാരായിട്ട് ബാർബേരിയൻസ് ആയിട്ട് നമ്മൾ ജീവിച്ചാലും, നീതിമാന്മാരായിട്ട് നമ്മൾ ജീവിച്ചാലും, ധാർമ്മികരായിട്ട് നമ്മൾ ജീവിച്ചാലും, നമുക്കൊരു ബേസിക് പാപാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പറഞ്ഞില്ലേ സങ്കീർത്തനം പറഞ്ഞത് 51:5, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ്. കാരണം മാതാപിതാക്കൾ ഔട്ട് ആയതുകൊണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞ ഉദാഹരണം നല്ല ക്ലിയർ ആയിരുന്നില്ലേ? ജപ്തി വന്നത് കാര്യം എന്ന് പറഞ്ഞാല് മാതാപിതാക്കള് കൊണ്ട് പണയപ്പെടുത്തി കഴിഞ്ഞാൽ പാപത്തിന്റെ വേദന മരണം. അനുസരണമുള്ള ദാസരെ പോലെ നമ്മൾ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ അടിമത്തത്തിലായി, അന്ധകാരത്തിന്റെ ആധിപത്യത്തിലായി. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നൊക്കെ നമ്മൾ കണ്ടു ഇല്ലേ? ഇതെല്ലാം ദൈവവചനമാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മള് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാര് ദൈവ മനുഷ്യ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ ദൈവത്തിന്റെ ഹിതം, ദൈവരാജ്യം ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. മനുഷ്യൻ പങ്കാളിത്തം നിഷേധിച്ചു. അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങൾ ആർക്കെങ്കിലും കണ്ട് നിങ്ങളെ തന്നെ വെച്ചു കൊടുക്കുമ്പോൾ അടിമത്തത്തിലാകുന്നു. സാത്താനെ അനുസരിച്ചപ്പോൾ സാത്താനെ അടിമത്തത്തിലായി. ഈ അടിമത്തത്തിൽ നിന്ന് നമുക്ക് തന്നെ രക്ഷപ്പെട്ട് കയറി പോരാൻ പറ്റില്ല. നമ്മളവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കിയാലും പറ്റില്ല. എല്ലാവരും ഒന്നടങ്കം ഈ പാപാവസ്ഥയിലാണ്. അവിടെയാണ് ആരെന്നെ രക്ഷിക്കും? സങ്കീർത്തനം ദൈവമേ, എനിക്ക് രക്ഷ എവിടെ നിന്ന് വരും? ആർഷഭാരതത്തിന്റെ പ്രാർത്ഥന അറിയാവില്ല. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ ഇല്ലേ? ശരിക്ക് എല്ലാവരും ആര് രക്ഷിക്കും? അതിൽ നമ്മുടെ എല്ലാവരും, എല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും എല്ലാവരും ഇങ്ങനെ കാശിക്ക് പോകുന്നവരും മെക്കയ്ക്ക് പോകുന്നവരും
എല്ലാ തീർത്ഥാടനങ്ങൾ നടത്തുന്നവരും എല്ലാവരും ഈ രക്ഷയ്ക്ക് വേണ്ടിയാ. ഈ ഒരു തിരിച്ചറിവ്, നമ്മള് ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മളെ പാപാവസ്ഥയിലാക്കുന്നത്. നമ്മൾ ജന്മനാ പാപാവസ്ഥയിലാണ്. ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് കയറിപ്പോരാനും പറ്റില്ല. ഈ രക്ഷ പുറമേ നിന്ന് വരണമെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ വരുന്നത്. നിങ്ങൾ ഇന്ന് എക്സർസൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സഹകരണം, നമ്മുടെ റെസ്പോൺസ്, പങ്കാളിത്തം, അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പാപിയാണ്, ഞാൻ നിസ്സഹായനാണ്, നിസ്സഹായയാണ്, എനിക്ക് പുറമേ നിന്ന് രക്ഷ വരണം, പുറമേ നിന്ന് സഹായം വേണം എന്നുള്ള ഒരു തിരിച്ചറിവ്. നമ്മൾ എത്ര പുണ്യം ചെയ്താലും, നമുക്ക് എത്ര നന്മ ചെയ്താലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് നമ്മുടെ പരിധിക്ക് അപ്പുറത്താണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഒരു രണ്ടാമത്തെ ഘട്ടത്തില് നമ്മളെ നയിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ്, ദൈവമേ ഞാൻ നിസ്സഹായനാണ്, നിസ്സഹായയാണ്, എനിക്ക് തന്നെ എന്നെ രക്ഷിക്കാനോ മറ്റുള്ളവരെ രക്ഷിക്കാനോ പറ്റില്ല, രക്ഷ പുറമേ നിന്ന് വരണം. അടുത്ത ആഴ്ച നാളെ നമ്മൾ അതിനുള്ള പ്രതിവിധി വരും. ഇതൊക്കെ എല്ലാം പരസ്പരം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. ആദ്യം പറഞ്ഞത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു പറഞ്ഞില്ലേ, പർദീസയിൽ നിന്ന് പുറത്താക്കിയത്. ധൂർത്തപുത്രന്റെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ധൂർത്തപുത്രൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സമ്പത്തെല്ലാം കൊണ്ട് അങ്ങോട്ട് ആഘോഷിച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞപ്പോഴേക്ക് അടിമത്തത്തിലായി, ദാരിദ്ര്യത്തിലായി, അന്ധകാരത്തിന്റെ ആധിപത്യത്തിലായി തിരിച്ചു വരുന്ന കഥ നമുക്കറിയാം. മൂത്തപുത്രനാണേലും ദാസ്യവേലം ചെയ്തുകൊണ്ടാ അപ്പന്റെ സ്നേഹം അനുഭവിച്ച് അവിടെ, അത് വീട്ടിൽ തന്നെ നിന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നമ്മുടെ ആ അടിമത്തവും നിസ്സഹായതയും അവിടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്. നമ്മളെല്ലാവരും ഒന്നടങ്കം പാപികളാണ്, ദൈവമഹത്വത്തിന് അയോഗ്യരായി പോയി, ഇനി രക്ഷ എങ്ങാണ്ടെന്ന് വരണം. അതാ ഞാൻ ദുർഭകനായ മനുഷ്യൻ, ആരെന്നെ രക്ഷിക്കും എന്ന് കരയുന്ന പൗലോസ് അതിന്റെ പുറകെ പറയുന്നുണ്ട്. അത് നമുക്ക് നാളെ കേൾക്കാം കേട്ടോ. അപ്പോഴേ ഈ ഒരു തിരിച്ചറിവിലേക്ക് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇതൊക്കെ നമ്മുടെയൊക്കെ ഗതികേടാ. ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴേക്ക്, അനുഭവങ്ങൾ വരുമ്പോഴേക്ക് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനോ ക്ഷമിക്കാനോ സഹിക്കാനോ, അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് നമ്മളൊന്ന് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും രമ്യതയിലാകാനും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കഴിയുമ്പോൾ നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ച് ഈ ബേസിക് ഗോസ്പൽ മെസ്സേജ് കിട്ടിയില്ലെങ്കിലും മുഹമ്മദ് മുങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ശരിക്കും നമ്മളിത് കേട്ട് വിശ്വസിച്ച് നമുക്കായിരിക്കുന്നത് നമ്മുടെ സ്വന്തമാക്കണമെങ്കിൽ ഈ ഒരു സത്യങ്ങള്, നമ്മൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണമെങ്കിൽ സത്യങ്ങൾ നമ്മൾ അറിയണം. അവിടുത്തെ വചനമാണല്ലോ സത്യം. അതുകൊണ്ടാ ഇത്രയും ദൈവവചനങ്ങളൊക്കെ നമുക്ക് ഇത്രയും കാര്യമായിട്ട് നമുക്ക് ചേർത്ത് പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, കുറേ വചനങ്ങൾ ഇങ്ങനെ പറയുന്നത് എല്ലാം ഇതൊന്നും കാണാപ്പാഠം പഠിക്കണ്ട. കാരണം എന്നാന്നറിയാവോ, സെയിൻപോൾ പറയുന്നുണ്ടല്ലോ, ഇന്നലെ നമ്മൾ കേട്ടതാണ്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. ഈ പ്രസംഗം, അതായത് ദൈവവചനം ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കുണ്ടാകുന്നതാണ് വിശ്വാസം. അതൊക്കെ പിന്നത്തെ നാളെ കഴിഞ്ഞൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് കേൾക്കുക, മനസ്സിലാക്കുക. ഇന്ന് നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ആ ഒരു നമ്മുടെ ആ നിസ്സഹായ സ്ഥിതിയെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവരൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ പല കാര്യങ്ങളും, മറ്റുള്ളവരുടെ പെരുമാറ്റമോ മറ്റുള്ളവരുടെ ശൈലിയോ അവരുടെ വാക്കുകളോ പലതും. എന്നെ മേടിച്ച് പറഞ്ഞല്ലോ, പ്രകൃതിയിലെ കാര്യങ്ങൾ തന്നെ, കാലാവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാം വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ പഠിക്കുക അല്ലേ. നമുക്ക് അസൂയയും ദുരാഗ്രഹവും ദ്രവ്യാഗ്രഹവും സ്വാർത്ഥതയും എല്ലാം അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടെന്ന്, ഇതൊന്നും ആരും അറിയാതെ നമ്മൾ പൂശിപ്പൂശി പോകുന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആരും പുറമേ എത്ര കാണപ്പെട്ടാലും ശരിക്കും നമുക്കിട്ട് കൊള്ളുമ്പോഴാണ്. നാളാരായി ഇടുക്കി തങ്കച്ചേരിക്ക് പറയുന്നത് കേട്ടു, വലിയ കയ്യും പൊക്കി കല്ലിയ ഓർത്തോണ്ടിരിക്കുന്നിടത്ത് വേറൊരു കുത്തു കൊടുത്താൽ കറിയാം അന്നേരം കാണാമെന്ന് പറയുകയാണ്. നമുക്കൊക്കെ ജീവിതത്തില്
ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മൾ എത്രമാത്രം നമുക്ക് ഈ സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ ദൈവമക്കളെ പോലെ പെരുമാറാൻ പറ്റുന്നില്ലയോ? നമ്മളെല്ലാം പാപാവസ്ഥയിലാണ്, നിസ്സഹായതയിലാണ്. വി നീഡ് സാൽവേഷൻ. രക്ഷ പുറങ്ങാണ്ടെന്ന് വരണം. നമ്മളെല്ലാം ഒന്നടങ്കം ഒരു ഗർത്തത്തിൽ വീണ് കിടക്കുകയാണ്. ആ ഗർത്തത്തിൽ നിന്ന് മുകളിലോട്ട് കയറി പോകണമെങ്കിൽ അതിനൊരു വഴി കിട്ടണം. ആ വഴി ഏതാണെന്നുള്ളതിലേക്കുള്ള അന്വേഷണത്തിലെയാണ് നമ്മളിപ്പോഴും. ആ ഒരു തിരിച്ചറിവിലേക്ക്, ആ ഒരു നിസ്സഹായതയെ പറ്റിയുള്ള ബോധത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ വരാൻ നമുക്ക് ഈ അവസരമാകട്ടെ. നമുക്ക് ഏതായാലും തറയിലച്ഛൻ നമ്മളെ ആശീർവദിക്കാനും സമാപന സന്ദേശമൊക്കെ തരാൻ നമ്മോട് കൂടിയുണ്ട്. അച്ഛനോടെ ജീസസ് യൂത്തിന്റെ ഇന്റർനാഷണൽ ആനിമേറ്റർ ഒക്കെ ആയിരുന്നു കേട്ടോ. ഒത്തിരി ഏതായാലും നല്ലൊരു നിങ്ങൾ ഇത്രയും പേര് ഇത്രയും നല്ല ഇതായിട്ട് താല്പര്യപൂർവ്വം ഇതെല്ലാം കേട്ടിരിക്കുകയും നിങ്ങൾക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇതിന്റെ ഫലം വളരെ വലുതായിരിക്കും. ഇത് നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കാനുള്ള റിസോഴ്സ് പീപ്പിൾ ആകാനുള്ളവരാണ് നമ്മൾ കേട്ടോ. അപ്പം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നാളെ ശേഷം വരുന്നത് വരെയുള്ള സമയം നമ്മുടെ ആ പാപാവസ്ഥയെക്കുറിച്ച്, നിസ്സഹായതയെക്കുറിച്ച് നമുക്കൊന്ന് ബോധം വരാനും, നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പുണ്യന്മാരും പുണ്യതകളൊന്നും അല്ല. നമുക്കിട്ട് ആരെങ്കിലും ഒന്ന് ഇതുപോലുള്ള പെരുമാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ അപ്പം നമ്മുടെ തനി സ്വഭാവം പുറത്തു വരും. അതൊന്നും കണ്ടിട്ട് ദൈവമേ ഞാനൊരു മഹാഭാവിയാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കൃപ ചെയ്യണേ നമുക്ക് പ്രാർത്ഥിക്കാം. പന്തക്രിസ്താവ് ഒരുങ്ങുന്ന ഈ ദിവസങ്ങള് പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവ് അറിയാമല്ലോ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നമ്മളെ ബോധ്യപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓർക്കാം. നമ്മുടെ ആ പാപാവസ്ഥയെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ബോധം വരുന്നതിന് നമുക്ക് ആഗ്രഹിക്കാം. അതിന് ഉള്ള കൃപയ്ക്ക് വേണ്ടി നമ്മളോട് തുറവി നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നത്തെ സെഷൻ വളരെ ലളിതമായ രീതിയിൽ കൺക്ലൂഡ് ചെയ്ത് തന്ന ആലിസ് ആന്റിക്ക് ഒത്തിരി നന്ദി. ഇപ്പോൾ സമാപന സന്ദേശവും അനുഗ്രഹ ആശീർവാദവും നൽകുന്നതിനായി റവറൻ ഫാദർ തോമസ് തറയിൽ അച്ഛനെ വിനീതമായി ക്ഷണിക്കുന്നു. അച്ഛൻ കേറിയിട്ടുണ്ടല്ലോ അല്ലെ? ഒന്നുകൂടി ഒന്ന് വിളിക്കായിരുന്നില്ലേ? അച്ഛനൊന്ന് സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി റവറൻ ഫാദർ തോമസ് തറയിൽ അച്ഛനെ ക്ഷണിക്കുന്നു. അച്ഛൻ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഇതിൽ വേറെ ഏതെങ്കിലും അച്ഛന്മാര് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശീർവാദം ദയവായി അലിസാന്റിയെ കൺക്ലൂഡിംഗ് സെക്ഷനായിട്ട് ഹലോ തറയിലച്ഛൻ കയറിയിട്ടില്ലേ? ഞാൻ വിളിച്ചോണ്ടിരിക്കണേണ്. ആന്റി സമാപന കൺക്ലൂഡിംഗ് സെഷൻ നടത്തിയിട്ട് അതിനുശേഷം ചെയ്താലോ? കൺക്ലൂഡിംഗ് സെഷൻ കഴിഞ്ഞു, അത് കേട്ടില്ലേ ജോജി? കൺക്ലൂഡിംഗ് സെഷൻ കഴിഞ്ഞു. അഗസ്റ്റിനച്ഛനുണ്ട്. സൂപ്പർ. അഗസ്റ്റിനച്ചോ തറയിലച്ഛൻ വന്നില്ലെങ്കിൽ അച്ഛൻ കയറും. അച്ഛൻ കയറുകയാണ്. തറയിലച്ഛൻ കയറിയോ? കയറുന്നു. ആണല്ലേ, കുഴപ്പമില്ല. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.
ഹലോ. അച്ഛ കേൾക്കാം. ഹലോ. ഹലോ. കേൾക്കുന്നുണ്ട്. അഗസ്റ്റിൻ അച്ഛനാ. ആഗസ്റ്റിന് അച്ഛൻ കുഴപ്പമില്ല. തറയിലച്ഛൻ വന്നില്ലെങ്കിൽ ആഗസ്റ്റിന് അച്ഛൻ. താങ്ക് യു അച്ഛാ. ഹലോ. അച്ഛ കേൾക്കുന്നുണ്ട്, അച്ഛ പറഞ്ഞോളൂ. കേൾക്കാം. വീഡിയോ ഓൺ ആകുന്നില്ല. വീഡിയോ കാണുന്നില്ല അച്ഛ, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. വീഡിയോ ഇവിടെ ഓൺ ആകുന്നില്ല. ഓണാകുന്നില്ലെന്നാ പറഞ്ഞേ. ഓക്കെ അച്ഛൻ ഓക്കെ സാരമില്ല. പിന്നെ വീഡിയോ കുഴപ്പമില്ല. ഞാൻ പിന്നെ പറഞ്ഞോളാം. ഞാൻ ഈ സെഷനിലുണ്ടായിരുന്നു. പിന്നെ പാവാവസ്ഥയെ പറ്റി നാം കേട്ടു. പിന്നെ അതിലെ കാര്യങ്ങൾ എല്ലാം നമ്മൾ പിന്നെ ക്ലീറ്റസും പിന്നെ പ്രൊക്ലമേഷനും സ്ലൈഡ് പ്രസന്റേഷനും എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലായി. അരിച്ചേച്ച് അതിന് പിന്നെ നല്ല ഒരു കൺക്ലൂഷൻ കൊടുത്തു. അപ്പം എല്ലാം പിന്നെ ഭംഗിയായിട്ട് പോയി. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇനി അടുത്ത സെഷൻ വരുന്നിടം വരെ നമ്മുടെ പാപാവസ്ഥയെ പറ്റി ഓർക്കുവാനും പന്തക്കുസ്ത അനുഭവം നമുക്കുണ്ടാകുവാനും ആ പാപങ്ങളെ പറ്റി യഥാർത്ഥത്തിലുള്ള ഒരു മനസ്താപം നമുക്കുണ്ടായി നമ്മൾ പാപികളാണ് എന്നുള്ള ഒരു ബോധ്യം. പലപ്പോഴും നമുക്കെന്നാ പാപം എന്നൊക്കെ എല്ലാവരും ഓർക്കും, പക്ഷെ നമ്മളെല്ലാവരും പാപികളാണ്. ആ പാപികളാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നമ്മൾ പലതരത്തിൽ ഓരോ ദിവസവും പാപം ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പാപാവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്രയെത്ര ചിന്തകളാണ് നമുക്ക് വരുന്നത്. ആ ചിന്തകളിലൂടെ ധാരാളം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു കയറി നമ്മുടെ മനസ്സിനെ അപഗ്രഹിക്കുകയും നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ മാറ്റുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അത് നമ്മൾ ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും പാപികളാണ്, ഈശോ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ അവസ്ഥയിലാണ് എന്നുള്ള ആ ചിന്തയിൽ നമുക്ക് വളരാം. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലുള്ള അത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ വന്നത് എന്നുള്ള ആ ബോധ്യത്തിൽ ബുദ്ധിതനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ പാപം മോചിക്കുവാനായിട്ട് അവിടുന്ന് കൂടെയുണ്ട് എന്നുള്ള ചിന്ത അതിലേക്ക് നമുക്ക് വളരാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിന്നെ എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാകട്ടെ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ഫാദർ. ഇന്നത്തെ സെഷൻ സെലിൻ ചേച്ചിയുടെ സമാപന ഗാനത്തോടുകൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ അനുഗ്രഹീത സമയത്തിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എല്ലാവർക്കും ശുഭരാത്രി. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്നു എമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന എമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ.
ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്ന കാതിൽ പറഞ്ഞവൻ എന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്ന കാതിൽ പറഞ്ഞവൻ എന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന എമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന എമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കരഞ്ഞു കൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞു കൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്.